തുലാവർഷം കനത്തതോടെ പനിപ്പേടിയിൽ തലസ്ഥാന ജില്ല. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 4500-നടുത്ത് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഡെങ്കിപ്പനിയും എലിപ്പനിയും വ്യാപിക്കുന്നത് തടയാൻ ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ആശങ്കകൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ജില്ലയിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും അടക്കം പടരുന്നത്. മെഡിക്കൽ കോളേജുകളിലടക്കം ദിനംപ്രതി 100 കണക്കിന് പനിബാധിതരാണ് ചികിത്സ തേടിയെത്തുന്നത്. എലിപ്പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ വെള്ളറട സ്വദേശി 4-ാം തീയതി മരിച്ചത് ആശങ്ക സൃഷ്ടിക്കുകയാണ്. 9-ാം തീയതി കിഴുവില്യം സ്വദേശിയും 10-ാം തീയതി മുക്കോല സ്വദേശിയും മരിച്ചത് എലിപ്പനി ബാധിച്ചാണെന്ന സംശയവും നിലനിൽക്കുകയാണ്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെയാണ് പനി പടരുന്നത്. കടകംപള്ളി, ആറ്റുകാൽ, നന്ദൻകോട്, രാജാജി നഗർ, ചാല, കല്ലിയൂർ, കരകുളം, കണ്ണമ്മൂല, പാങ്ങപ്പാറ, പുത്തൻതോപ്പ്, വിതുര, വെള്ളറട, അമ്പൂരി, കളിപ്പാൻകുളം എന്നിവിടങ്ങളിലാണ് ഇതിനകം അധികവും ഡെങ്കി എലിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പനിബാധിതരെ കൊണ്ട് സർക്കാർ ആശുപത്രി വാർഡുകൾ നിറഞ്ഞു കഴിഞ്ഞു. മഞ്ഞപ്പിത്തബാധയും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിലടക്കം നഗരസഭയും ആരോഗ്യ സംവിധാനങ്ങളും വരുത്തിയ വീഴ്ചയാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. ചികിത്സ ഉറപ്പുവരുത്താനും രോഗവ്യാപനം തടയാനും ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് ഉണർന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.